ബിഗ് ബോസ് മലയാളം സീസൺ 7 8 ആഴ്ചത്തെ ഒട്ടുകെത്ത് ഇതാ രണ്ടാം ദിനം വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 11 സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ഇത്തവണ നോമിനേഷന് വന്നപ്പോൾ ആരൊക്കെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ആരൊക്കെ വോട്ടിൽ ദയനീയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയെന്നൊക്കെ നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെക്കുന്ന ഒരു കാഴ്ച ഈ ഇതിനോടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അനീഷ് ഷാനവാസ് ഒരു വോട്ടിംഗ് തരംഗം തന്നെയാണ് നമുക്ക് ഇപ്പോൾ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവരെ അട്ടിമറിക്കാൻ ആർക്കാരും സാധിച്ചതെന്നൊക്കെ നോക്കാം. നിലവിൽ 1ാം സ്ഥാനത്താണ് അനീഷേട്ടൻ. 51,936 വോട്ടുമായിട്ട് അനീഷേട്ടൻ്റെ അട്ടിമറി മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസിന് പോലും അനീഷിനെ മറികടക്കാൻ സാധിക്കാതെ വരുമ്പോൾ 2ാം സ്ഥാനത്ത് ഷാനവാസിക്ക് തന്നെ തുടരുകയാണ്. ഷാനവാസിക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. അണ്ണനും തമ്പി ബിഗ് ബോസിൽ കപ്പടിക്കുന്ന ഉറപ്പിക്കുന്ന രീതിയിലോട്ട് മുന്നേറുകയാണ്. 41,387 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 3ാം സ്ഥാനത്ത് ആതിരയുടെ വോട്ടും കുതിച്ചു കയറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ചില മണിക്കൂറുകളിൽ ജിസേലും ലക്ഷ്മിയൊക്കെ മുന്നേറിയെങ്കിൽ ഈ ഒരു മണിക്കൂറിൽ ആതിരയുടെ മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 32,449 വോട്ടുമായിട്ടാണ് ആതിര നിൽക്കുമ്പോൾ 4ാം സ്ഥാനത്ത് ലക്ഷ്മിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് നേരിയ തോതിലുള്ള വോട്ടിംഗ് നേർച്ച നേരിട്ടിട്ടുണ്ടായതെങ്കിലും വോട്ടിംഗിൽ വൻ പരാജയം എന്ന് പറയാൻ സാധിക്കത്തില്ല. 22,905 വോട്ടുകളുമായിട്ടാണ് ലക്ഷ്മി നിൽക്കുമ്പോൾ 5ാം സ്ഥാനത്ത് ജിസേലിനെയാണ് കാണാൻ സാധിക്കുക. ജിസേലിന് നേരിയ വോട്ടിംഗ് നേർച്ചകൾ തന്നെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് രാവിലെയോടെ നല്ല രീതിയിൽ വോട്ടിംഗ് നേടിയ ജിസേലിന് ഉച്ചയോടെ അടുത്തപ്പോൾ വോട്ടിംഗിൽ തകരാറുകൾ വന്നു, അല്ലെങ്കിൽ ഇടിവുണ്ടായി. 26,859 വോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ 6ാം സ്ഥാനത്തേക്ക് അക്ബറിന്റെ ഒരു കുതിച്ചുകയറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജിഷിനെയൊക്കെ അട്ടിമറിച്ച് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ അക്ബറിക്ക് സാധിച്ചിട്ടുണ്ട്. 22,732 വോട്ടുമായിട്ട് ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ അക്ബർ ഇനിയും വോട്ടിംഗ് മുന്നേറാൻ സാധ്യതയുള്ളപ്പോൾ 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ജിഷിൻ ചേട്ടനെയാണ് കാണാൻ സാധിക്കുന്നത്. ജിഷിൻ ചേട്ടനെ ഒരുപക്ഷെ ഈ ആഴ്ച സേഫായിട്ട് മാറാൻ സാധ്യതയുണ്ട്. 12,310 വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 8ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തുടരുകയാണ് ആര്യനും വലിയ ചലനങ്ങൾ തന്നെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല. ഒറ്റയ്ക്കാണെങ്കിൽ പോലും ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഏതൊരു ഷോയിലാണെങ്കിലും താൻ എന്റർടൈനറായിട്ട് മാറും എന്ന് പറഞ്ഞ ആര്യന്റെ വാക്കുകൾ ആര്യന് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രകടിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ബിഗ് ബോസിൽ നിന്ന് പുറത്താകേണ്ടി വരും. 16,435 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ 9ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്ന ബിന്നിയാണ്. കഴിഞ്ഞ ആഴ്ച ബിന്നിക്ക് വോട്ടിംഗ് നേർച്ച ഉണ്ടെങ്കിലും ജസ്റ്റ് മിസ്സിന് എസ്കേപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. 14,883 വോട്ടുമായിട്ട് ഈ ആഴ്ച ഡേഞ്ചർ സോളാണ്. കഴിഞ്ഞ ആഴ്ച സേഫ് ആയിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സാബുമാൻ. ഈ ആഴ്ച ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുകയാണ്. 10ാം സ്ഥാനത്താണ് സാബുമാൻ. 13,715 വോട്ടുകൾ മാത്രമേ സാബുമാന് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ. ഇനിയുള്ള മണിക്കൂറിലെങ്കിലും യഥാർത്ഥ സാബുമാന്റെ ഗെയിമുകൾ പുറത്തെടുത്തില്ലെങ്കിൽ സാബുമാന് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയേണ്ടി വരും. നിലവിൽ നമുക്ക് 11ാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സ്റ്റോറി അഭിലാഷിനെയാണ് കാണാൻ സാധിക്കുന്നത്. അബിക്ക് വോട്ടിംഗ് തകർച്ചയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ അബിയൊക്കെ മുന്നേറുമെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമായിട്ടും മാറുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഗെയിമും ടാസ്കൊക്കെ വരുമ്പോൾ മികച്ച കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് നൽകാൻ സാധിച്ച ഒരുപക്ഷെ ഗെയിം കളിക്കുന്നവർക്കനുസരിച്ച് പ്രേക്ഷർ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷർ മികച്ച ഗെയിമറുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ആരാണോ മികച്ച ഗെയിമർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.